വിവാഹം കഴിഞ്ഞപ്പോൾ ചില മാറ്റങ്ങൾ ജിഷിന് വന്നു എന്നതും ജിഷിനെ കാണുന്ന സമയത്ത് ഇങ്ങനെയല്ല അദ്ദേഹത്തിനെക്കുറിച്ച് വിചാരിച്ചതെന്നും അമ്മയെ പറയുന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകരെ തന്നെ ഞെട്ടിക്കുകയാണ്. ജിഷിനെ പരിചയപ്പെടുന്ന സമയം ജിഷിൻ ദേഷ്യക്കാരനാണ് എന്നതും അതുപോലെ ജിഷിൻ എല്ലാവരോടും വളരെയധികം ക്രൂരനായി ഇടപെടും എന്നൊക്കെയായിരുന്നു കേട്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, പുറം ലോകത്ത് നമ്മളെപ്പറ്റി ആളുകൾ പറയുന്നത് പോലെയല്ല ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. പ്രേക്ഷകർ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. നിയമപരമായി ഭാര്യയും ഭർത്താവും ഒക്കെയായി കഴിയുന്ന ഇപ്പോൾ ജിഷിനും അമ്മയും സോഷ്യൽ മീഡിയയിൽ തരംഗം തന്നെയാണ്. വർഷങ്ങളായി ലിവിങ് ടുഗെദർ നടത്തുന്ന ഇവർ ലീഗലി വിവാഹം ചെയ്യണമെന്ന് തോന്നി എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ പോകുന്നത്. രജിസ്റ്റർ ചെയ്യുന്നതും അത്തരത്തിലാണ് എന്ന് ഇവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമായി ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടത്തി. ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അന്ന് ഇവരോടൊപ്പം ഉണ്ടായിരുന്നത്. വിവാഹ ചിത്രങ്ങളും വീഡിയോകളും വൈറലായതിനു പിന്നാലെയായി അഭിമുഖങ്ങളിലും ഇവർ ഒന്നിച്ചെത്തിയിരുന്നു. അമ്മയെ കാരണമാണ് ജിഷിൻ വിവാഹമോചിതനായതെന്ന റിപ്പോർട്ട് നേരത്തെ പ്രചരിച്ചിരുന്നു. തികച്ചും തെറ്റായ കാര്യമാണ് എന്നും പറഞ്ഞിരുന്നു. ഡിവോഴ്സ് കഴിഞ്ഞ 3 വർഷം പിന്നിട്ടപ്പോഴാണ് ഞാൻ അമ്മയെ കാണുന്നത് തന്നെ എന്ന് ജിഷിൻ കൂട്ടിച്ചേർക്കുന്നു. അത്ര നല്ല കാര്യങ്ങളായിരുന്നു ജിഷിൻ ചേട്ടനെ കുറിച്ച് ഞാൻ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ അതിനാൽ തന്നെ സംസാരിക്കാൻ ആദ്യമൊക്കെ ഞാൻ കുറച്ച് അകലം പാലിച്ചിരുന്നു. പിന്നീട് പരിചയപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇദ്ദേഹത്തെപ്പറ്റി ഞാൻ കേട്ടിരുന്നതൊക്കെ തന്നെ മോശമായ കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിനും നന്നായി തന്നെ അറിയാം. അദ്ദേഹത്തിനെക്കുറിച്ച് മോശമായി പറയുന്ന ആളുകളോടൊപ്പം ആയിരുന്നു ഞാൻ ആ സമയത്ത് കൂട്ടുകൂടിയതും ഒക്കെയും. അദ്ദേഹത്തിനെക്കുറിച്ച് അവരൊക്കെ മോശം പറയുമെന്ന് പോലും ജിഷിൻ ചേട്ടന് അറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് അക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പതിയെ പതിയെ സൗഹൃദത്തിലായി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനം. അവസാനം അത് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലൂടെ ഞങ്ങൾ എത്തുകയായിരുന്നു. അതാണ് അവസാനം കല്യാണം വരെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ താലിയൊക്കെ ഇട്ട് കാണുമ്പോൾ അമ്മയുടെ മുഖത്ത് പ്രത്യേക ഒരു ഗ്ലോ കാണാനുണ്ട്, ഒരു സന്തോഷം കാണാനുണ്ട്. അത് കാണുമ്പോൾ എനിക്കൊരു ഉത്തരവാദിത്തം തോന്നുന്നുണ്ടെന്നായിരുന്നു ജിഷിൻ പറഞ്ഞത്. അത് ശരിയാണ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന ടൈമിൽ ജിഷിൻ ചേട്ടനൊരു ഉത്തരവാദിത്തം ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. 1 വർഷമായി ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി മാറി നിൽക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജിഷിൻ ചേട്ടനാണ് നോക്കുന്നത്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. വീട്ടിലെ കാര്യങ്ങൾ, അമ്മയുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. നേരത്തെ നല്ല വർക്കുകളൊക്കെ കിട്ടിയിരുന്നെങ്കിലും കാര്യങ്ങളൊന്നും ആൾ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല. കിളി പോയതുപോലെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അതിൽ നിന്ന് നല്ല മാറ്റം വരുന്നുണ്ട് എന്ന് അമ്മയെ തന്നെ കൂട്ടിച്ചേർക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്.